വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാം ലോസ്റ്റായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജീസുമായി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ റീഡിങ്ങിലെ കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് കാണുന്നതിന് മുമ്പ് നന്നായി റിലാക്സായി പോസിറ്റീവായി മാത്രം റീഡിംഗ് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ്റ്റായി നിൽക്കുന്നു എന്ന് തോന്നാനുള്ളൊരു കാരണം ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആകണം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്നാൽ ഇമോഷണൽ ആയിട്ടൊരു കണക്ഷൻ കുറവ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ വളരെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. വൈകാരികമായി നോക്കുകയാണെങ്കിൽ അത് നിങ്ങളെ തളർത്തുന്നുണ്ട്. നിങ്ങൾ പുറമേക്ക് ഒരു ബോൾഡായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ആന്തരികമായിട്ട് അത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഈ സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇപ്പോൾ എവിടെയോ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കൺട്രോളിങ് ആയിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് മേ ബി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഫ്രീഡം കൊടുക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടേതായ നിലപാടുകൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ ഒരുപാട് നിങ്ങൾ ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ റിലേഷൻഷിപ്പിൽ സ്വാഭാവികമായിട്ട് വന്ന വിള്ളലുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, മിസ്കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ആന്തരികമായിട്ട് ഇൻറ്റേർണലി ഒരുപാട് ബ്രേക്ക് ഡൗൺസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിലേക്ക് അത്രയും ടെംപ്റ്റഡ് ആണ്, എഡിക്റ്റഡ് ആണ്. ഈ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങളുടെ ലൈഫിൽ പറ്റില്ല. ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോഴും അതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. വൈകാരികമായിട്ടൊരു ഇൻവോൾവ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ വളരെ ഡെസ്പാണ്. ഈ ഒരു പേഴ്സണിൻ്റെ തിരിച്ചുവരവ് അല്ലെങ്കിൽ എല്ലാം നോർമലൈസിലേക്ക് പോകാനാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. എക്സ്റ്റേണലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ദിശ കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യം ഒരുപാട് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. നിങ്ങൾക്ക് പുറമേയുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും കം ഔട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റേണലി നോക്കുമ്പോൾ നിങ്ങൾ അതൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിശാബോധമാണ് ഇല്ലാതെ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏത് പാതയാണ് സ്വീകരിക്കേണ്ടത് എന്നൊരു ഐഡിയ ഇല്ല. നിങ്ങൾ ആകെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, അതേപോലെ ഒരു ബ്ലൈൻഡാണ് നിങ്ങളിപ്പോൾ. ഈ ഒരു വ്യക്തിയാണ് എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഇല്ലാതെ പറ്റുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വ്യക്തിയുടെ ഒരു അകൽച്ച, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളെ വളരെയേറെ തളർത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു കംപ്ലീഷൻ സ്റ്റേജാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കർമ്മ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആസ് എ പാർട്ട് ഓഫ് കർമ്മയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിങ്ങൾ മാറുന്നതാണ്. എന്താണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ അനുഭവത്തിനൊരു എൻഡിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ മാറാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തെ ഒരുപാട് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള മാർഗങ്ങളാണ് നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടത്. അല്ലാതെ അതിനെ ഒരുപാട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് ആ വ്യക്തിയെ ചേസ് ചെയ്യാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾ കാണിക്കാതിരിക്കുക. അതിനുള്ളൊരു ടൈം കൊടുക്കുക, ഡിവൈൻ ടൈം കൊടുക്കുക. കാരണം ഇവിടെ ഒരു കർമ്മ കംപ്ലീഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് അഡ്വൈസ് എന്ന് പറയുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഭയം, അത് നിങ്ങളെ തന്നെ തകർക്കാനായിട്ട് സാഹചര്യം ഒരുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളിപ്പോൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. നിങ്ങൾ നിങ്ങളുടേതായ നിലപാടിൽ നിൽക്കുക, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൽ നിൽക്കുക എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത്. നിങ്ങളെ തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളാണ് തെറ്റുകാർ എന്നുള്ളൊരു ചിന്താഗതി വെച്ച് പുലർത്താതിരിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത്. അപ്പോൾ എന്തായാലും സാഹചര്യമാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു ടൈമിനായിട്ട് വെയിറ്റ് ചെയ്യുക.
ഒരുപാട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ ഇത് ഇപ്പം തന്നെ നടക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. എല്ലാത്തിനും അതിൻ്റേതായൊരു ടൈമിങ് വരുമ്പോഴേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിങ്ങിനായിട്ട്, ഡിവൈൻ ഇൻവോൾവ്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊരു ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷന് 2 ഓഫ് കപ്സ് ആണ്. ഇപ്പോൾ സിറ്റുവേഷൻ വളരെ വേഴ്സായിട്ട് പോകുകയാണെങ്കിലും ഭാവിയിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ അല്ലെങ്കിൽ റീകൺസിലിയേഷൻ ആണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു പാർട്ട് ഓഫ് ലൈഫാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പാഠങ്ങൾ പഠിപ്പിച്ചു തരാൻ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യം നിങ്ങളെ പല കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. നിങ്ങളുടെ സെൽഫ് വർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫായിട്ടുള്ളൊരു സ്റ്റാൻഡ്, അത് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വർത്ത് കൊടുക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം മനസ്സിലുള്ള ഒരുപാട് പേടി കാര്യങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന വ്യക്തികളാണെങ്കിൽ ആ ഭയത്തെ നീക്കാൻ എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതും അല്ലെങ്കിൽ ഒരു പേഴ്സൺ വന്നിരിക്കുന്നതും. ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം കുറച്ച് നാളത്തേക്ക് മാത്രമുള്ളതാണ്. ഔട്ട്കം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഔട്ട്കമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ ലോസ്റ്റായി നിൽക്കാനുള്ള കാരണങ്ങൾ റീഡിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ റീഡിങ്ങിലെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.